പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീണ്ടും കലുഷിതമാകുന്ന സാഹചര്യത്തിൽ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഖത്തറിലെ യുഎസ് സൈനിക താവളത്തിനു സമീപമുള്ള റഡാർ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിലുടനീളമുള്ള മിസൈൽ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ അമേരിക്ക ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുകൾ ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ആക്രമണം കേവലം ഒരു സൈനിക നീക്കം എന്നതിലുപരി വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയൊരു അധികാര സമവാക്യത്തിൻ്റെയോ തുടക്കമായി വേണം കരുതാൻ. ഖത്തറിലെ തന്ത്രപ്രധാന സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന AN/FPS 132 എന്ന അത്യാധുനിക എർലി വാർണിംഗ് റഡാർ സംവിധാനമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം $100 കോടി നിർമ്മാണ ചെലവ് വരുന്ന ഈ സംവിധാനം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെപ്പോലും നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ ശേഷിയുള്ളതാണ്. ഇറാന്റെ ഏത് നീക്കത്തെയും മുൻകൂട്ടി അറിയാൻ അമേരിക്കയെ സഹായിച്ചിരുന്നത് ഈ റഡാറുകളായിരുന്നു. ഇതിന്റെ നാശം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. പുറത്തുവരുന്ന പുതിയ ദൃശ്യങ്ങൾ ഈ റഡാർ കേന്ദ്രത്തിന് ഏറ്റ കനത്ത നാശനഷ്ടങ്ങളെ ശരിവെക്കുന്നുണ്ട്. ഇറാനിയൻ മിസൈൽ പ്രതിരോധ കവചങ്ങളെ ഭേദിച്ച് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്ന് അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ ആക്രമണത്തിലൂടെ തങ്ങളുടെ മിസൈലുകൾക്ക് ഏത് അത്യാധുനിക പ്രതിരോധത്തെയും മറികടക്കാൻ കഴിയുമെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഇത് മേഖലയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കും ഇസ്രായേലിനും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റഡാർ സംവിധാനം തകർത്തതോടെ മേഖലയിലെ മിസൈൽ പ്രതിരോധ കവചത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. ശത്രു രാജ്യങ്ങൾ തൊടുക്കുന്ന മിസൈലുകളെ പാതിവഴിയിൽ വെച്ച് തകർക്കാൻ സഹായിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് കൃത്യമായ വിവരം നൽകിയിരുന്നത് ഈ റഡാറുകളായിരുന്നു. ഇപ്പോൾ ഈ വിവര കൈമാറ്റ സംവിധാനം തകരാറിലായതോടെ ഇറാനിയൻ മിസൈലുകൾക്ക് കൂടുതൽ കൃത്യതയോടെയും തടസ്സമില്ലാതെയും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാങ്കേതികമായ തകർച്ചയ്ക്കപ്പുറം ഈ സംഭവം അമേരിക്കയ്ക്ക് വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നിർണായകമായ ചർച്ചകൾക്ക് തൊട്ടുമുൻപ് ഇത്തരമൊരു നാണക്കേട് ഉണ്ടായത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സ്വാധീനത്തെ ബാധിക്കുകയും ചെയ്യും. തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നൽകിവരുന്ന സുരക്ഷാ ഉറപ്പ് പാലിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ലെന്ന ധാരണ ഇത് പരത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഖത്തർ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു സൈനിക കേന്ദ്രം ആക്രമിക്കപ്പെട്ടത് US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയമായി കൂടി വിലയിരുത്തപ്പെടുകയാണ്. ഇത്തരമൊരു അത്യാധുനിക റഡാർ സംവിധാനം വീണ്ടും പണിതുയർത്തുക എന്നത് അത്ര എളുപ്പവുമല്ല. വർഷങ്ങളോളം നീളുന്ന ഗവേഷണവും നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിന് ആവശ്യമാണ്. അത് പുനഃസ്ഥാപിക്കുന്നതുവരെ പശ്ചിമേഷ്യൻ ആകാശം അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിയന്ത്രണത്തിലായിരിക്കില്ല എന്നും വ്യക്തമാണ്. ഈ കാലയളവിൽ ഇറാൻ തങ്ങളുടെ സൈനിക സ്വാധീനം കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത് മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ആയുധ മത്സരത്തിലേക്കോ നയിച്ചേക്കാം എന്നാണ് വിലയിരുത്തൽ. ഖത്തറിലെ റഡാർ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണം പശ്ചിമേഷ്യയിലെ യുദ്ധചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. സാങ്കേതിക മികവിനേക്കാൾ തന്ത്രപരമായ നീക്കങ്ങൾക്കാണ് യുദ്ധഭൂമിയിൽ പ്രാധാന്യമെന്ന് ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ അമേരിക്ക എന്ത് നടപടി സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ലോക സമാധാനം. ഈ ഒരു വിള്ളൽ നികത്താൻ അമേരിക്കയ്ക്ക് എത്രത്തോളം വേഗത്തിൽ സാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന വലിയ ചോദ്യമായി മാറിയിട്ടുണ്ട്.